അടിയന്തരാവസ്ഥയെ പൊരുതി തോൽപ്പിച്ച കർമ്മയോഗി ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ രാമൻപിള്ള നവതിയുടെ നിറവിൽ. 90 വയസ്സിലും കർമ്മനിരതനായി പൊതുരംഗത്ത് സജീവമാണ് കെ രാമൻപിള്ള. കേരളം മുഴുവൻ പോലീസ് അരിച്ചുപെറുക്കുമ്പോൾ അവരെ കബളിപ്പിച്ച് താടി വളർത്തി സദാശിവ പണിക്കർ എന്ന പേരിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയ ഓർമ്മകൾ കെ രാമൻപിള്ള ജനൻ ടിവിക്കൊപ്പം നവതി ദിനത്തിൽ പങ്കുവയ്ക്കുന്നു. എസ് ശാലിനിയുടെ റിപ്പോർട്ട്. നമസ്തേ. ടീം ജനം ഇപ്പോൾ ഉള്ളത് ഒരു പിറന്നാളുകാരനൊപ്പമാണ്. വെറും പിറന്നാളല്ല, 90-ാം പിറന്നാൾ. നവതി ആഘോഷിക്കുന്ന ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പോരാട്ടം നയിച്ച ഒരു വ്യക്തി, മറ്റാരുമല്ല കെ രാമൻപിള്ള സർ നമുക്കൊപ്പം ചേരുകയാണ് ഈ ഒരു നവതി ദിന ആഘോഷ ചടങ്ങിൽ, ഒപ്പം തന്നെ നവതി ദിനത്തിൽ. ആദ്യം തന്നെ നമസ്കാരം, നവതി ആശംസകൾ. ഇപ്പോൾ 90 വയസ്സ് അത്ര ചെറിയ പ്രായമൊന്നുമല്ല. ഒരുപാട് ഓർമ്മകൾ, അനുഭവങ്ങൾ. എങ്ങനെ കാണുന്നു ഇന്നത്തെ ഈ ദിവസത്തെ? 90 വയസ്സ് എനിക്കങ്ങനെ 90 വയസ്സായെന്ന് തോന്നുന്നില്ല. പിന്നെ നിയമപ്രകാരം ശരിയാണ്, 90ആയി. ഈ ജീവിതകാലം മുഴുവൻ സജീവമായിരുന്നുകൊണ്ട് എപ്പോഴും പ്രവർത്തന നിരതനായതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. ഞാൻ അക്കാലത്തുള്ള എൻ്റെ സഹപാഠികളെയൊക്കെ അന്വേഷിക്കുമ്പോൾ അവരെല്ലാം മിക്കവാറും പോയി കഴിഞ്ഞു. ചിലർ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട് കഴിയുന്നു. എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രായമായി അല്ലെങ്കിൽ 90 എന്നുള്ള ഫീലിംഗ് അല്ല. ഇപ്പം 90-ാം വയസ്സിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. നവതി ആഘോഷങ്ങൾക്ക് ഗോവ ഗവർണർ തന്നെ നേരിട്ട് എത്തുകയാണ് വൈകിട്ട്. ഈ 90 വർഷം എന്ന് പറയുമ്പോൾ ചെറിയ അനുഭവമോ അല്ലെങ്കിൽ അനുഭവ സമ്പത്തോ ഒന്നുമല്ല. ഇപ്പോഴത്തെ യുവാക്കളോടും ഒപ്പം തന്നെ ഈ പ്രവർത്തന മേഖലയിലൊക്കെ നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ള അനുഭവ സമ്പത്ത്? ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംഘടനകളിലും വ്യക്തികളുടെ ജീവിതത്തിലൊക്കെ തന്നെ മാറ്റങ്ങളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഞാൻ പ്രവേശിക്കുന്നതിൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. പിന്നീട് ഇന്ന് വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, 3 തവണ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ആ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യകാലത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അന്ന് ഞങ്ങൾ ആദ്യകാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സമ്പന്നനായിരിക്കണമെന്നില്ല, ആണെങ്കിലും ഞങ്ങൾ അവരുടെ നിന്ന് പണം വാങ്ങിയിട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. കയ്യിൽ നിന്ന് പണം മുടക്കി ചുണ്ണാമ്പ് വാങ്ങി ചോരെഴുതിയും മഷി വാങ്ങി കടലാസിൽ പോസ്റ്റർ എഴുതിയൊക്കെ ഒട്ടിച്ച് പ്രവർത്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവരവരുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലേ ആയിരുന്നില്ല പ്രവർത്തനം. പക്ഷേ ഇന്ന് കുറേയധികം സമ്പത്തിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ പാർട്ടിക്കോ പണം മുടക്കാൻ കഴിവില്ലെങ്കിൽ ഇലക്ഷൻ മത്സരത്തിൽ വളരെ ദയനീയമായ അനുഭവങ്ങളുണ്ടാവും എന്ന് എനിക്ക് തന്നെ അവസാന ഘട്ടത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് വേറെ ഒട്ടേറെ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ആ പരിവർത്തനങ്ങളെല്ലാം ആശാസ്യമാണെന്നുള്ള അഭിപ്രായമില്ല. അനാശാസ്യമായ പ്രവർത്തനങ്ങളും ഈ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരോട് പറയാം, അത്രയേ ഉള്ളൂ. 3ാമത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇന്നിപ്പോൾ പാർട്ടി ഒരുപാട് വളർന്നു. കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള സീറ്റ് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ബി.ജെ.പിക്ക് സ്വന്തമായിട്ടൊരു ആസ്ഥാന മന്ദിരം തലസ്ഥാനത്ത് അങ്ങനെ തല ഉയർത്തി നിൽക്കും. മറ്റു പാർട്ടികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലൊരു വലിയ പാർട്ടി ആസ്ഥാനം. അപ്പം അന്നത്തെ ആ ഒരു പ്രവർത്തനവും ഇന്നത്തെ ഈ പുതിയ സംസ്ഥാന ഭാരവാഹികളും ഒപ്പം തന്നെ ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് പാർട്ടിയിലേക്ക് എത്തുന്നു. ആ ഒരു സമയത്തെ കാലഘട്ടത്തേക്ക് സാർ എങ്ങനെയാണ് കാണുന്നത്? ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയം തിരുവനന്തപുരത്തേക്ക് മാറ്റണം എന്ന് തീരുമാനിച്ചപ്പോൾ അതിന് സ്ഥലം കണ്ടുപിടിക്കാൻ ചുമതലപ്പെടുത്തി തന്നെയാണ്. ഞാനിവിടെ അന്ന് എറണാകുളത്തായിരുന്നു. എറണാകുളത്തുനിന്ന് ഇവിടെ വന്ന് 2 മാസം കറങ്ങിയിട്ടും ഒരാളും ഒരു പാർട്ടിക്ക് ഓഫീസ് സ്ഥലം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് അന്നത്തെ ഹൗസിംഗ് ബോർഡ് ചെയർമാനൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. മറ്റൊരു സുഹൃത്തിൻ്റെ അനുജനുമാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് നോമിനിയായിട്ട് ഹൗസിംഗ് ബോർഡ് ചെയർമാനായതാണ്. അദ്ദേഹത്തെ കണ്ട് ഞാൻ എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താമസിക്കാനാണെന്ന് ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതിൽ താമസിച്ചൂടെ? ഞാൻ പറഞ്ഞു, അതിനല്ല, ബോർഡ് വെച്ച് പാർട്ടിയുടെ പ്രവർത്തനം നടത്താനാണ്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ കൈവശം വീടില്ല,
പക്ഷേ ഞങ്ങൾ വാടകയ്ക്കെടുത്ത ഒരു കെട്ടിടമുണ്ട്, അത് വെറും കൊഴിഞ്ഞു തരാം, പക്ഷേ ഓണറെ കണ്ട് വാങ്ങിച്ചുകൊള്ളണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്റ്റാച്യൂലുള്ള ഒരു കെട്ടിടം, അത് ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്നെ എനിക്ക് ഓണറുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ എഴുതി തന്നു. അങ്ങനെ ഞാൻ നമ്മുടെ വന്ധ്യവയോധകനായ അയ്യപ്പൻപിള്ള സാർ എന്ന ട്രഷററാണ്, അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ആളാണ്. അങ്ങനെ ഡൽഹിയിലുള്ള ഓണറെ വിളിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 വർഷത്തേക്ക് ഇത് വാടകയ്ക്ക് തന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രവേശിച്ച സമയത്ത് ഇത് LK അദ്വാനിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇത് വാങ്ങാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചു, ഏതാണ്ട് വിലയ്ക്ക് നിശ്ചയിച്ചു. ഒരു ദിവസം അവരിവിടെ വന്ന് എഗ്രിമെൻ്റ് എഴുതി. ഇവിടെ ആകെ ഉണ്ടായിരുന്ന 10,000 രൂപ എടുത്ത് അഡ്വാൻസും കൊടുത്തു. പക്ഷേ വേറെ ഒന്നും കൊടുക്കാനില്ല, 6 മാസത്തിനകം പണം കൊടുക്കണം. എന്ത് ചെയ്യും? ഇപ്പം നാഷണൽ വൈസ് പ്രസിഡൻറ്റും കേരളത്തിലെ പ്രഭാരിയുമായ സുന്ദർ സിംഗ് പട്ടേലിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ കടം വാങ്ങിത്തരാം, പക്ഷേ അത് കൃത്യമായിട്ട് മടക്കി അയക്കണം, മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഇത് വാങ്ങാനുള്ള പണം കടം വാങ്ങി തന്നു. അത് ഒരു പൈസ കുറയാതെ 1 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് സ്വന്തമാക്കാൻ സാധിച്ചത്. പിന്നീട് ഇതുപോലെ 29 കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു, കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ. അതിനുശേഷം മാരാർജിയുടെ സ്മാരകമായിട്ട്, അദ്ദേഹം മരിച്ചതിന് ശേഷം സ്മാരകമായിട്ട് മാരാർജി സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അതിൻ്റെ പേരിലും ഏതാനും കെട്ടിടങ്ങൾ വാങ്ങി. അങ്ങനെ ശ്രമിച്ചതുകൊണ്ട് കെട്ടിടങ്ങളൊന്നും നടന്നു. പിന്നീട് ആ ശ്രമം നടക്കുന്നില്ല, അതുകൊണ്ട് കെട്ടിടം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫീസും ജില്ലാ ഓഫീസും ഒക്കെ പുനരുദ്ധരിക്കാനുള്ള പണം കേന്ദ്രത്തിൽ നിന്ന് എന്നെ സഹായിച്ചിരുന്നു. മുമ്പ് അങ്ങനെ ഒരു സഹായമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത കാലത്ത് തന്നെ സാധാരണക്കാരിൽ നിന്ന് 1 രൂപ 2 രൂപയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ കാര്യം നടത്തുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മപ്പെടുന്നത് രാമൻ പിള്ളയിലെ ഒരു സദാശിവ പണിക്കരെയാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്ന് താടിയൊക്കെ വളർത്തി സമരത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ശക്തമായി പോരാട്ടം നടത്തിയൊരു നേതാവ്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു ആൾമാറാട്ടം? അത് ഞങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മാന്യ ഭാസ്കർ റാവുജി സംഘത്തിൻ്റെയും ജനസംഘത്തിൻ്റെയും പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു യോഗം വിളിച്ചിട്ട് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ലക്ഷണം കൊണ്ട് ഇത് വളരെ ശക്തമായി പോകും, അടിയന്തരാവസ്ഥ നമ്മുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും എന്നാണ് കാണുന്നത്, പലരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും സത്സംഗജാലയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ നിരോധനം വരും, ഇതൊക്കെ അദ്ദേഹം പ്രവചിച്ചു. അതുകൊണ്ട് നമ്മളിതിനെ നേരിടാനായിട്ട് തയ്യാറെടുക്കണം. അറിയപ്പെടുന്ന കുറച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചില ആളുകൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കണം. പ്രധാനമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചത് എന്നെയാണ്. അപ്പോൾ ഞാനന്ന് സജീവമായിട്ട് കേരളം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതേസമയം അധികമായിട്ട് ഞാൻ ഈ പത്രപ്രസ്താവനയോ പ്രസംഗങ്ങളോ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അണ്ടർഗ്രൗണ്ടിലിരിക്കാൻ സൗകര്യമായിരിക്കുമെന്ന് കഴിയും. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാം തന്നെ അവരുടെ പേര് മാറ്റി. അങ്ങനെയാണ് ഞാൻ സദാശിവ പണിക്കരായത്. അതിനുശേഷമുള്ള എൻ്റെ എഴുത്തുകളെല്ലാം അതുപോലെ അഡ്രസ്സും മാറ്റി. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള കത്തുകൾ അയക്കാനായിട്ടൊരു ഒരു സാധാരണ സ്റ്റേഷനറി കടയാണ്. ആ അഡ്രസ്സിൽ അവിടെ ചെല്ലും, പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറെ കളക്ട് ചെയ്യും. ഇതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഞാൻ അഡ്രസ്സുകൾ വെച്ചു. അന്ന് ഇതിനെതിരായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടൊരു കമ്മിറ്റി എടുത്തിരുന്നു. ലോക് സംഘർഷ സമിതി എന്നായിരുന്നു അതിൻ്റെ പേര്. ജയപ്രകാശ് നാരായണൻ രൂപീകരിച്ച സംഘടനയാണ്. അതിന് കേരളത്തിലെ അധ്യക്ഷനായിട്ട് മൻമോഹൻ സാറിനെയും MP മൻമോഹൻ സെക്രട്ടറിയായിട്ട് എന്നെയും തിരഞ്ഞെടുത്തു. അപ്പോൾ ഞങ്ങൾ എല്ലാം തന്നെ ഇതുപോലെ ഓരോരുത്തരും പേര് മാറ്റി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അത് സഹായിച്ചു. അങ്ങനെ ഇതൊന്നും പ്രത്യേകിച്ച് അസൗകര്യമൊന്നും ഉണ്ടായില്ല. നമ്മൾ നേരിട്ട് പേര് പുറത്ത് കാണാത്ത ഞാനൊരു പേര് ഒന്നിലും ഇല്ല എന്നും ഇതൊക്കെ ആണെങ്കിലും ചില പോലീസുകാർക്ക് അത് മനസ്സിലായിരുന്നു. ഉദാഹരണത്തിന് ഞങ്ങൾ പഴനിയിൽ വെച്ച് തമിഴ്നാട്ടിൽ വെച്ചൊരു യോഗം കൂടി. ആ യോഗം കൂടിയപ്പോൾ അതിൽ ഞങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം എൻ്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള വീട് റെയ്ഡ് ചെയ്തു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു.
എന്തായാലും അവസാനം വരെ പിടികൊടുക്കാതിരിക്കാൻ ഇത് സഹായിച്ചു, ഈ പേര് മാറ്റം. പാർട്ടിയിലേക്ക് ഒരുപാട് യുവാക്കൾ വരുന്നുണ്ട് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് BJP-യിലേക്കും യുവമോർച്ചയിലേക്കും പോയി. അപ്പം ഈ 90 വയസ്സിൻ്റെ അനുഭവം വെച്ച് അവരോട് എന്താണ് പറയാനുള്ളത്? ഇനി എന്താണ് അവർ ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ വളരെ ആദർശനിഷ്ഠയുള്ള ധാരാളം യുവാക്കൾ പാർട്ടിയിലും അതുപോലെ സംഘപരിവാറിലുമൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അവർ ഒരുപക്ഷെ ഇന്നലെകൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കില്ല. ഇന്നത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും അവരുടെ ശൈലി രൂപീകരിക്കുക. അത് തെറ്റില്ല. പക്ഷേ ഇന്നലെ എന്തായിരുന്നു എന്ന് അവരറിഞ്ഞിരിക്കേണ്ടതാണ്. അത് അറിയുകയും അതേസമയം ഇന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള പരിപാടികളും കാര്യക്രമവും നിശ്ചയിക്കുകയും വേണം. അവർക്ക് വിജയം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു നവതി ആഘോഷത്തിൻ്റെ ഇടയിലും എന്താണ് അടുത്ത പരിപാടികൾ? കുറേ ബുക്കൊക്കെ എഴുതുകയാണെന്നൊക്കെ കേട്ടു. പിന്നെ എന്താണ് അടുത്ത ബുക്ക് എഴുതുകയാണ്? ഇപ്പോൾ കൂടുതലായിട്ട് സംഘടനാപരമായ കാര്യങ്ങൾ വളരെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ വേറെ ചില സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധയും സമയവും കൂടുതലായിട്ട് ചില ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കണം എന്നുള്ള നിലയിൽ പുസ്തകങ്ങളുടെ രചന അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. 34ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. ഇനിയും 2-3 പുസ്തകങ്ങൾ അടിയന്തരമായിട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് വിചാരിച്ച് എഴുത്തിലാണ്. അത് ഞാൻ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുത്തുന്നില്ല. മുഴുവൻ സമയം ഉപയോഗിച്ചിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 90ൻ്റെ ചെറുപ്പത്തിലാണ് ഇപ്പോഴും. അതെ. എല്ലാവിധ ആശംസകളും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സാറ് പറഞ്ഞതുപോലെയാണ്, 90 വയസ്സായി എന്ന് മാത്രമേ ഉള്ളൂ, അത് റെക്കോർഡിക്കൽ ആയത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പ്രായം ചെറുപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ആദർശങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഈ 90-ാം വയസ്സിലും സാറ് തിരക്കിലാണ്. ഇന്ന് നവതി ആഘോഷങ്ങൾക്ക് വൈകുന്നേരം 5 മണിയോടുകൂടി ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സർ നേരിട്ടെത്തി ആ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നുമുണ്ട്. എന്തായാലും വലിയൊരു ആശംസ അറിയിക്കുന്നു, ടീം ജനത്തിൻ്റെ നവതി ആശംസകൾ. എന്തായാലും വീണ്ടും വലിയൊരു ആഗ്രഹങ്ങളും സബലീകരണങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്ന രാമൻപിള്ള സാർക്ക് ടീം ജനത്തിൻ്റെയും ആശംസകൾ, പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്.